ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൽ ഒരു സുപ്രധാന സംഭവ വികാസം നടക്കാൻ പോകുന്നു. അതായത് ഫെബ്രുവരിയിൽ പാരീസ് സന്ദർശിക്കാൻ പോകുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26 റാഫേലം ജെറ്റുകൾ വാങ്ങാൻ ഒരുങ്ങുകയാണ്. ആഗോള പുരോഗതിക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആതിഥേയത്വം വഹിക്കുന്ന AI ആക്ഷൻ ഉച്ചകോടിയോടെ അനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിക്കുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള 3 അധിക സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾക്കൊപ്പം ഈ 26 റാഫേലും യുദ്ധ വിമാനങ്ങളും സ്വന്തമാക്കാൻ കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പച്ചക്കൊടി കാട്ടിയിരുന്നു. ആയുധങ്ങൾ, ഉപകരണങ്ങൾ, സിമുലേറ്ററുകൾ, സ്പെയർ പാർട്സ്, ക്രൂ പരിശീലനം, ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് തുടങ്ങിയ സമഗ്ര പിന്തുണ പാക്കേജുകൾക്കൊപ്പം 22 സിംഗിൾ സീറ്റ് ജെറ്റുകളും 4 ഇരട്ട സീറ്റ് ജെറ്റുകളും പരിശീലകരും ഉൾപ്പെടുന്നതാണ് റാഫേലം ഇടപാട്. ഏകദേശം 50,000 കോടി രൂപയുടെ കരാറാണിത്. കരാർ ഒപ്പിട്ട് ഏകദേശം 3 വർഷത്തിന് ശേഷം ജെറ്റ് ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഏറ്റെടുക്കൽ ഇന്ത്യൻ നാവികസേനയുടെ കഴിവുകളെ, പ്രത്യേകിച്ച് അതിന്റെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളെ ഗണ്യമായ രീതിയിൽ തന്നെ ശക്തിപ്പെടുത്തും. 3 സ്കോർപിയൻ അന്തർവാഹിനികൾ കൂടി ചേർക്കുന്നത് ഇന്ത്യയുടെ നാവിക ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമുദ്ര സുരക്ഷയിൽ തന്ത്രപരമായ മുൻതൂക്കം നൽകുകയും ചെയ്യും. P-75ന്റെ ഭാഗമായ ഈ അന്തർവാഹിനികൾ മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ നിർമ്മിക്കും. ഇത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രാദേശിക ഉൽപാദനവും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ പീരങ്കി പടയുടെ ശേഷിയിൽ ഗണ്യമായ ഉത്തേജനം എന്ന നിലയിൽ ഇന്ത്യൻ സൈന്യത്തിന് ഗൈഡഡ് പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന്റെ ആദ്യ ബാച്ചുകൾ 2025 ലഭിക്കുന്നു. ഡിഫൻസ് റിസർച്ച് നടത്തിയ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ ഈ വികസനം. 2024 നവംബർ 14 ഗൈഡഡ് പിനാക്കയുടെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിലായി 3 വ്യത്യസ്ത ഘട്ടങ്ങളിലായി പൂർത്തിയാക്കിയതായി DRDO പ്രഖ്യാപിച്ചിരുന്നു. ഇത് സിസ്റ്റത്തിന്റെ വികസനത്തിലെ നിർണായക നാഴികക്കല്ലാണ് അടയാളപ്പെടുത്തിയത്. ഈ പരീക്ഷണങ്ങൾ റോക്കറ്റിന്റെ വർദ്ധിപ്പിച്ച റേഞ്ച് സ്ഥിരീകരിക്കുക മാത്രമല്ല 75 കിലോമീറ്ററിലധികം അതിനെ വ്യാപിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല സാൽവോ മോഡലിലെ ഒന്നിലധികം ടാർഗറ്റുകൾ ഇടപഴകുന്നതിനുള്ള അതിന്റെ കൃത്യത, സ്ഥിരത, തീയുടെ നിരക്ക് എന്നിവ സാധൂകരിക്കുകയും ചെയ്തു. 40 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു അൺഗൈഡഡ് റോക്കറ്റ് ലോഞ്ചറായി ആദ്യം രൂപകൽപ്പന ചെയ്ത പിനാക്ക സിസ്റ്റം അതിന്റെ തുടക്കം മുതൽ നിരവധി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.